ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ PF അക്കൗണ്ടിൽ നിന്ന് പൈസ എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നൊന്ന് നോക്കിയാലോ. അപ്പൊ അതിന് നമുക്ക് ക്രോമോ അല്ലെങ്കിൽ ഗൂഗിളോ ആദ്യം എടുക്കാം. അതിനകത്ത് നമ്മൾ PF എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ ഫസ്റ്റ് ആ ഒരു ഇതിൽ തന്നെ കയറിയാൽ മതി കേട്ടോ. അതില് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നുണ്ടോ, അതിനകത്ത് കയറുമ്പോൾ എംപ്ലോയീസ് ഫോർ എംപ്ലോയീസ് വരുന്നതാണ്. മെമ്പർ UAN ആണ് നമ്മൾ കയറേണ്ടത്, മെമ്പർ പാസ്ബുക്ക് അല്ല. പാസ്ബുക്ക് മാത്രം നിങ്ങൾക്ക് നോക്കണമെങ്കിൽ അതിൽ കയറാം. നമ്മളിപ്പം മെമ്പർ UAN ആണ് കയറുന്നത്. UAN നമ്പർ ആക്റ്റീവ് ചെയ്തവർക്കാണ് കേട്ടോ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പം UAN നമ്പർ ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ ആക്റ്റീവ് ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനിയും വേണ്ടവർക്ക് അതൊന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്ത് ഒന്നും കൂടെ അത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ UAN നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പാസ്വേഡ്. പിന്നെ ഇതിൽ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ആധാർ നമ്പറിലേക്കായിരിക്കും എപ്പോഴും OTP വരുന്നത്. അപ്പം ഫോണും ആധാർ നമ്പർ ഉള്ള ആ നമ്പർ കണക്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ആ ആധാർ നമ്പർ കൊടുത്തിട്ടുള്ള നമ്പർ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കാം. അതിലേക്കായിരിക്കും ഇത് ചെയ്യാൻ നേരത്ത് OTP വരുന്നത്. അപ്പൊ എൻ്റെ ഉണ്ടോ ഇങ്ങനെ ഇപ്പൊ എൻ്റെ പ്രൊഫൈല് വന്നു. പ്രൊഫൈലില് ഇതിനകത്ത് നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ അത് കാണാൻ പറ്റും. 3 വരെയുള്ളതല്ലേ, അതിൽ കയറിയിട്ട് ഓൺലൈൻ സർവീസ് ആണ് എടുക്കേണ്ടത്. നമ്മളിപ്പം പേയ്മെന്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയുള്ളതിന്, ക്ലെയിം ചെയ്യാൻ വേണ്ടിയുള്ളതിന്. ഇപ്പൊ ഓൺലൈൻ സർവീസിനകത്ത് ഇത്രയും സർവീസുകളുണ്ട്. അതിനകത്ത് ഞാൻ ക്ലെയിം ചെയ്യാനാണ് എടുക്കുന്നത് കേട്ടോ. ഓൺലൈൻ ക്ലെയിമിന് വേണ്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് എസ് കൊടുക്കുക കേട്ടോ. എസ് കൊടുത്ത് നമ്മൾ കയറുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. അത് വെരിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും ഇപ്പം മാറ്റമുണ്ട്. അതാണ് ഞാനൊന്ന് ചെക്ക് ചെയ്തത്. അപ്പം എൻ്റെ ഇതിനകത്ത് എൻ്റെ ബാങ്കിങ്ങിൻ്റെ ഇതിൽ ഇച്ചിരി വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാങ്ക് നമ്പറൊക്കെ അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അത് വെരിഫൈ ആയി. അപ്പം പിന്നെ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ PF അഡ്വാൻസ് ആണ് എടുക്കുന്നത്. PF അഡ്വാൻസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആധാർ കൊടുത്ത് ഇവിടെ വെരിഫൈ ആയിട്ടില്ലെങ്കിൽ ആധാർ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ ഈ ഇതിൽ ക്ലിക്ക് ഹിയർ എന്നുള്ളതിനകത്ത് ചെയ്യാം. എൻ്റെ ആധാർ ഓൾറെഡി ഇതിനകത്ത് വെരിഫൈ ആണ്. പിന്നെ നമ്മുടെ സർവീസ് ഏത് സർവീസിൻ്റെ ആണെന്നുള്ളത് എടുക്കാം. പിന്നെ ഞാൻ ഹൗസിംഗ് റിലേറ്റഡ് നീഡ്സ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ എത്ര എമൗണ്ട് വേണമെന്നുള്ളത്. അപ്പം എനിക്ക് എലിജിബിൾ ആയുള്ള എമൗണ്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരും കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് OTP വരും. വെയിറ്റ് ചെയ്യുക. OTP വന്നിട്ടുണ്ട് കേട്ടോ. ഉടനെ OTP ഒക്കെ വരും. അപ്പം ഈ ഫോൺ എപ്പോഴും കയ്യിൽ കരുതിക്കൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. അങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഓൺലൈൻ സബ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓൺലൈൻ ക്ലെയിം സബ്മിറ്റ് ആയിട്ടുണ്ട്. സെറ്റിൽഡ് ആവാൻ ഇനി ടൈം എടുക്കുവേ. ഇതുപോലുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പം ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.